Hi everyone, this is Abin Xavier from Everything You Want to Know About Apple. അങ്ങനെ 2022 ആദ്യത്തെ 15.3 പബ്ലിക് ബീറ്റ 2 റിലീസ് ആയേക്കാണ്. ഇത് വന്നിരിക്കുന്നത് ഏകദേശം 440 MB ഐഫോൺ 7 പ്ലസിൽ. പല ഡിവൈസിലും അത് പലതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ അത് എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.3, watchOS 8.4 ബീറ്റ 2 റിലീസ് ചെയ്തിട്ടുണ്ട്. tvOS 15.3 ബീറ്റ 2 റിലീസ് ചെയ്തിട്ടുണ്ട്. macOS 12.2 ബീറ്റ 2 റിലീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ iOS 15.2.1 ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഐ ബട്ടണിലും കൊടുക്കാം. കാണാത്തവർ അതും പോയി കാണുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പൺ ആണ്, അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്യുക, നമുക്ക് അവിടെയും സംസാരിക്കാം. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ സെറ്റിങ്സിൽ പോവാം, അവിടെ നേരെ ജനറൽ, അവിടെ നിന്ന് എബൌട്ട്സ് ടാപ്പ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 19D5040E എന്ന് നമ്മൾ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും 2-3 അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ 1-2 അപ്ഡേറ്റ്സ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. മോഡേൺ ഫേംവെയറിൻ്റെ കാര്യം പറയുമ്പോൾ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 13 സീരീസിൽ മാത്രമാണ്. ഓൾറെഡി ബീറ്റ 2-ൽ മോഡേൺ ഫേംവെയർ കുറച്ച് ബെറ്റർ ആയിരുന്നു. പക്ഷേ ഈ ഒരു ബീറ്റ 2-ൽ 13 സീരീസിന് മാത്രം ഒരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു 15.3 ബീറ്റ 2 എന്ന് പറഞ്ഞ അപ്ഡേഷനിലും വലുതായിട്ട് നമുക്കൊരു ചേഞ്ചും വന്നിട്ടില്ല. ബീറ്റ 1 ഇറങ്ങിയ സമയത്തും ഞാൻ ഇത് തന്നെ പറഞ്ഞത്, ബീറ്റ 2-ലെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അപ്ഡേഷൻസ് കിട്ടുമെന്ന്. പക്ഷേ ഇതിലും അവർ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് റിലേ ആണ് ആദ്യത്തെ മാറ്റം. പ്രൈവറ്റ് റിലേ എടുക്കണമെങ്കിൽ നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക, അവിടുന്ന് നമ്മുടെ ഐക്ലൗഡ് മെനു ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഐക്ലൗഡ് ഓപ്ഷൻ എടുക്കുക. അവിടുന്ന് പ്രൈവറ്റ് റിലേ എടുക്കുമ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്തവർക്ക് മാത്രം, ക്യാഷ് കൊടുത്ത് പ്രൈവറ്റ് റിലേ എടുത്തവർക്ക് മാത്രമായിരിക്കും ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവുക. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈവറ്റ് റിലേ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ചില രാജ്യങ്ങളിൽ അത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അത് എന്തൊക്കെയാണ് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ചേഞ്ചാണ് ഈ ഒരു അപ്ഡേഷനിൽ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ചേഞ്ച് നമ്മുടെ സെറ്റിങ്സിൽ തന്നെയാണ്, നമ്മുടെ ലെഗസി കോണ്ടാക്ട്. ഞാൻ നമ്മുടെ അപ്ഡേഷനിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. ലെഗസി കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പറിനോ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ മരണശേഷം കൊടുക്കണമെങ്കിൽ ആ ഒരു ലെഗസി കോണ്ടാക്റ്റിൽ ആഡ് ചെയ്താൽ മതി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റിയിൽ പോവാം, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലെഗസി കോണ്ടാക്ട് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതിലവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ലെഗസി കോണ്ടാക്റ്റ് ആക്കുന്ന മെമ്പർ, അതിപ്പോൾ ഫാമിലി മെമ്പർ ആയാലും കൂട്ടുകാരായാലും ആരായാലും അവരുടെ കോണ്ടാക്റ്റ് ഇവിടെ അപ്പിയർ ആവും. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ അപ്പിയർ ആവുന്ന കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ വേർഡിങ്സിലുള്ള മാറ്റമാണ് ഈ 15.3 ബീറ്റ 2-ൽ വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റോറേജ് ബഗ്, ഞാൻ നമ്മുടെ 15.2.1-ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിലും പറഞ്ഞ പോലെ സ്റ്റോറേജ് ബഗ്, ആ ഒരു ബഗ് ഇപ്പോഴും ഈ ഒരു ബീറ്റയിലുണ്ട്. നമ്മുടെ സ്റ്റോറേജ് ബഗ്ഗാണ് നമ്മുടെ ഡിവൈസിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള ആപ്സിൻ്റെയും അതേപോലെ നമ്മുടെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് നോക്കുമ്പോൾ ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും. നമ്മൾ എടുത്തേക്കുന്ന ആപ്പിൻ്റെ സൈസ് ആയിരിക്കില്ല ആ ഒരു ഡിവൈസിൽ കാണിക്കുന്നത്. ഐഫോൺ സ്റ്റോറേജ് കയറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം ഡാറ്റയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിട്ട് വലിച്ചിട്ടുണ്ടാവും. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബഗ്ഗാണ് അതിനുള്ള ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സിസ്റ്റം ഡാറ്റയൊക്കെ ഭയങ്കരമായിട്ട് വലിക്കാനും അതേപോലെ നമ്മുടെ ഡിവൈസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിന് പോലും കുറച്ചധികം സൈസ് കാണിക്കുന്നത് ഈ ഒരു ബഗ്ഗിൻ്റെ കാരണമാണ്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം, ഞാൻ ബാറ്ററി ലൈഫിൻ്റെ കാര്യം എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മുടെ ഡിവൈസ് കുറച്ചൊന്ന് റൺ ചെയ്ത് ഈ ഒരു OS ആയിട്ട് റൺ ചെയ്ത് മിനിമം ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് ഈ ഒരു OS-ൽ കിട്ടുന്നത് എത്രയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഈ ഒരു OS അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മുടെ ബാറ്ററി ലൈഫ് കൂടിയോ കുറഞ്ഞോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പെർഫോമൻസ് ആണെങ്കിലും കുറച്ചധികം സ്മൂത്തായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ
ഈ ഒരു ഡിവൈസ് 7+ പോലും എനിക്ക് കുറച്ച് സ്മൂത്തായ പോലെ 15.3 ബീറ്റ 1-നെക്കാട്ടും കുറച്ച് സ്മൂത്തായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ, ഈ ഒരു അപ്ഡേഷൻ ചെയ്തിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തില്ല. അത് ഞാൻ രാത്രി അപ്ഡേഷനിൽ ഇട്ടുകൊണ്ടായിരിക്കാം. പക്ഷേ ഡിവൈസ് എടുത്ത് ഇത്രയും നേരം യൂസ് ചെയ്തിട്ടും പല കാര്യങ്ങളും പല ആപ്സും റൺ ചെയ്തിട്ടും എനിക്കത്രയും ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അവർ ഈ ഒരു വർഷത്തിൽ ആദ്യത്തെ അപ്ഡേറ്റ് ആയിട്ട് ഈ ഒരു ബീറ്റ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ആപ്പിൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പൺ ആണ്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. എല്ലാവരും പോയിട്ട് ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴത്ത് കൊടുക്കാം. എല്ലാവരും പോയിട്ട് അവിടെ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ താങ്ക് യു so much for watching this whole video. This is Abin Xavier signing from everything you want to know about Apple.